ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള സ്കിൻ ബ്രൈറ്റനിങ് ടാൻ റിമൂവൽ ക്രീമുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് നോക്കാം, ആർക്കൊക്കെ യൂസ് ചെയ്യാൻ നോക്കാം. 15 വയസ്സ് മുതൽ മുകളിലേക്കുള്ള എല്ലാ ഏജിലുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. കൂടുതലായിട്ടും നിങ്ങളത് ആന്റി ഏജിങ് പ്രോപ്പർട്ടി ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ഏജിങ് അല്ലെങ്കിൽ സ്കിൻ സാഗ് ചെയ്യാൻ തുടങ്ങുകയാണ്, റിങ്കിൾസ് ഒക്കെ ഫോം ചെയ്യാൻ തുടങ്ങിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ക്രീമാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സിനെ നന്നായിട്ട് കുറയ്ക്കും, പിഗ്മെന്റേഷനെ നന്നായിട്ട് കുറയ്ക്കും. നമ്മുടെ മൂക്കിന് ചുറ്റുള്ള ഒരു വര, മൗത്തിന് ചുറ്റുള്ള ഒരു പിഗ്മെന്റേഷൻ, അൺഈവൻ ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ, അതൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ളതൊക്കെ മാറ്റാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ളൊരു ഹോം മെയ്ഡ് ക്രീമാണ്. അപ്പോൾ അടുക്കളയിൽ ഒരേ ഒരു ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് പോകുന്നത്. പിന്നെ വന്നിട്ട് നമ്മൾ ക്രീം ബേസിനായിട്ട് നമ്മൾ എപ്പോഴും അലോവേര യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള അലോവേര വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാം. റെഡിമെയ്ഡ് ആയിട്ടുള്ള അലോവേര ജെല്ലാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഷെൽ ലൈഫ് കുറച്ചും കൂടി അധികം കിട്ടും. റെഡിമെയ്ഡ് ആയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒരു 7 to 10 days ഒക്കെ നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കണം. എങ്കിലാണ് നമ്മൾ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. വീഡിയോസ് എല്ലാം മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഈ ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പാർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ അതിനായിട്ട് 2 മാതളമാണ് എടുത്തേക്കുന്നത്, അതായത് പോമഗ്രാനേറ്റ് 2 എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ ക്ലീൻ ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിക്കുന്ന പോലെ തന്നെ ചെയ്യുക, കാരണം നമ്മൾ ഈ മാതളത്തിൻ്റെ പീലാണ് നമുക്ക് വേണ്ടത്, തൊലിയാണ് വേണ്ടത്. ഇപ്പോൾ ഓറഞ്ച് പീൽ എടുക്കുന്നത്, ടൊമാറ്റോ എടുക്കുന്നവരൊക്കെ ഇതുപോലെ ചെയ്തിട്ടാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് സ്കിൻ അലർജി ഒഴിവാക്കാനായിട്ട് പറ്റും. കാരണം നമുക്കറിയില്ല അവർ ഇതിനകത്ത് എന്തെല്ലാം രാസപദാർത്ഥങ്ങൾ ചേർത്തിട്ടാണ് ഇത് കേടാവാതിരിക്കാനും അതുപോലെ തന്നെ പെട്ടെന്ന് കായ്ഫലം ഉണ്ടാവാനും ഒക്കെ, അല്ലെങ്കിൽ പെട്ടെന്ന് വളരാനും കേട് വരാതിരിക്കാനൊക്കെ ഒരുപാട് രാസപദാർത്ഥങ്ങൾ ചേർത്തിട്ടുണ്ടാവും. നമ്മുടെ ഒരുപാട് ഇതുപോലുള്ള ഇതൊക്കെ ചെയ്തിട്ടായിരിക്കും ഇത് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലുള്ള ഫ്രൂട്ട്സ് നമ്മൾ കഴിക്കാൻ എടുക്കുമ്പോഴും, നമ്മൾ പ്രത്യേകിച്ച് സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ എടുക്കുമ്പോഴും ഒക്കെ ഇതുപോലെ ശ്രദ്ധിച്ച് നമ്മൾ വാഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് നമുക്ക് വരുന്ന രോഗങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാം, അതുപോലെ തന്നെ സ്കിൻ അലർജിയും മാറ്റാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ എടുക്കുക. അതിനുശേഷം നമ്മുടെ ഉപ്പുണ്ടല്ലോ, ജസ്റ്റ് ആദ്യം ഒന്ന് വെള്ളത്തിയിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം അതിന് മേലെ നമ്മൾ സാധാരണ പൊടി ഉപ്പ് എടുത്ത് നന്നായിട്ട് ഇതുപോലെ ഉരച്ച് കഴുകുക. അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ടും നമ്മുടെ സ്കിന്നിൽ എടുക്കുന്ന എല്ലാ പ്രോഡക്ട്സും പീൽ ഓഫ് ചെയ്തെടുക്കുന്ന പീൽസ് ഉണ്ടല്ലോ, അതായത് നമ്മൾ ആ ഒരു തൊലി എടുക്കുന്ന എല്ലാതും ഇങ്ങനെ ചെയ്യുന്നത് നന്നായിരിക്കും കേട്ടോ. നന്നായിട്ട് ഞാൻ പീൽ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഉപ്പ് വെച്ച് ഉരച്ച് കഴുകിയതിന് ശേഷം ഞാൻ ഈ മാതളത്തിൻ്റെ 2 തലപ്പും അതിൻ്റെ നെറ്റ് ഭാഗവും നന്നായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടും തന്നെ നനവ് ഉണ്ടാവാൻ പാടില്ല, അല്ലെങ്കിൽ ഈ ഒരു ക്രീം നോർമൽ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കുന്നതിൽ കേട് പെട്ടെന്ന് വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങും നനവുണ്ടാവാൻ പാടില്ല. ഈർപ്പത്തിൻ്റെ അംശം തന്നെ നന്നായിട്ട് തുടച്ച് കളയും. അപ്പോൾ ഞാൻ ടിഷ്യൂ ഉപയോഗിച്ച് നന്നായിട്ട് അത് തുടച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാത്രങ്ങളിൽ നമ്മൾ വാഷ് ചെയ്തെടുത്ത അനാറ് എങ്ങും തന്നെ ഈർപ്പം ഉണ്ടാവാൻ പാടില്ല. ഗ്രേറ്റ് ചെയ്യാൻ എടുക്കുന്ന ഗ്രേറ്റർ പോലും നന്നായിട്ട് തുടച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ വെയിലത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുത്താലും മതിയാവും. അതിനുശേഷം ഞാൻ ഈ ഒരു ഗ്രേറ്റർ ഉപയോഗിച്ചിട്ട്, ഇത് സത്യത്തിൽ ഇത് ഗ്രേറ്റർ അല്ല കേട്ടോ, ഞാൻ ഫുഡ് സ്ക്രബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന അതാണ്. അതിപ്പോൾ പുതിയതാണ്, പിന്നെ ഞാനിത് അങ്ങനെ ഉപയോഗിച്ചിട്ടുമില്ല. ഞാനത് നന്നായിട്ട് കഴുകി ഉണക്കിയാണ് എടുത്തത്. ഇതിനാകുമ്പോൾ നമുക്ക് നന്നായിട്ട് ചെറിയ ചെറിയ പീസാക്കി ഗ്രേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ ഇതിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. കുഞ്ഞു ഗ്രേറ്റ് പീസാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ 2 അനാറാണ് എടുത്തത്. നിങ്ങൾക്ക് 2 അല്ലെങ്കിൽ 1 ഉള്ളെങ്കിൽ 1 പീലായാലും മതിയാവും. അപ്പോൾ നമുക്ക് പുറമേ ഉള്ള ഒരു റെഡ് കളറിലുള്ള ഒരു പീലാണ് വേണ്ടത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ടുള്ളതില്ലെങ്കിൽ ഉണങ്ങിയ അനാറിൻ്റെ തൊലി എടുക്കുക, അതിനെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക മിക്സിയുടെ ജാറിലിട്ട്. എന്നിട്ട് അതിനെ റോസ് വാട്ടർ ഒഴിച്ച് സോക്ക് ചെയ്തെടുത്താലും മതിയാവും. അപ്പോൾ എപ്പോഴും ഫ്രഷ് ആയിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് എടുക്കുക. നമ്മൾ ഇത് വെച്ചിട്ട് ഓറഞ്ച് പീൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല ബെനിഫിറ്റാണ്. നമ്മുടെ പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ കുറയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ ഓരോ അനാർ എടുക്കുമ്പോഴും നന്നായിട്ട് ടിഷ്യൂ ഉപയോഗിച്ച് തുടയ്ക്കുക കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ക്രീം പെട്ടെന്ന് കേടായിട്ട് പോകും. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയുന്നത് കേട്ടോ, ഒന്നിൽ നനവ് വരാതെ നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ആ 2 അനാറിൻ്റെയും തോലുകൾ നല്ലതായിട്ട് പീൽ ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ഒറ്റ അനാറിൻ്റെ പീൽ വേണമെങ്കിലും എടുക്കാം, ക്രീം തയ്യാറാക്കാനായിട്ട് 2 വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഈ അനാറിൻ്റെ ജ്യൂസ് ഉപയോഗിച്ച് നമുക്ക് ഫേസ് പാക്കൊക്കെ മിക്സ് ചെയ്യാനായിട്ട് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഞാനത് വേറൊരു വീഡിയോയിൽ കാണിക്കാമേ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇതിനെ എന്താ പറയുക, ഗ്രേറ്റർ ഉപയോഗിച്ച് ഗ്രേറ്റ് ചെയ്തെടുക്കാം കേട്ടോ.
അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇത് രണ്ട് അനാറിൻ്റെ തൊലിയും ഗ്രേറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം ഞാൻ ഇതിനകത്തേക്ക് റോസ് വാട്ടറാണ് ആഡ് ചെയ്ത് കുതിർക്കാനായിട്ട് വെക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടോണേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഏത് ടോണറാണെങ്കിലും നമുക്ക് എടുക്കാം. അങ്ങനെ നോർമൽ വാട്ടർ എടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, പക്ഷേ എങ്കിൽ പെട്ടെന്ന് കേടായി പോകും. അപ്പോൾ നമ്മൾ ഇതുപോലുള്ള ഡിസ്റ്റിൽഡ് വാട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നമുക്ക് ഷെൽ ലൈഫ് കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ടോണർ എടുക്കാൻ പറയുന്നത്. പിന്നെ pH വാല്യൂ അതൊന്ന് ലെവലായിട്ട് നിൽക്കാൻ ടോണർ ഉപയോഗിക്കുന്നത് നന്നായിട്ടുണ്ടാവും. അപ്പോൾ ടോണർ ഏത് തന്നെ നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള കുക്കുംബർ ടോണറോ അതല്ല റോസ് വാട്ടർ ടോണറോ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാൻ സാധാരണ ഉപയോഗിക്കുന്ന ഒരു റോസ് വാട്ടർ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് കാമ ആയുർവേദയുടെ റോസ് വാട്ടർ ടോണറാണ്. അപ്പോൾ ഇത് റോസ് വാട്ടറായിട്ടും ടോണറായിട്ടും ഒക്കെ യൂസ് ചെയ്യാം. കുറച്ച് എക്സ്പെൻസീവാണ്, അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. നോർമലായിട്ട് നമുക്ക് ഒരുപാട് മാർക്കറ്റിൽ നിന്ന് ഒരുപാട് ടോണർ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അതല്ല പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ ടോണറോ ഏതോ ആയിക്കോട്ടെ ടോണർ എടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഓയിലി ആക്നെ പ്രോൺ സ്കിന്നാണെങ്കിൽ ഏതെങ്കിലും ഒരു എസെൻഷ്യൽ ഓയിൽ ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 3-4 ഡ്രോപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഓയിലി ആക്നെ പ്രോൺ സ്കിന്നുകാർക്ക് മാത്രമാണ്, അതും ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മളിത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു റോസ് വാട്ടറിൻ്റെ അളവ് കുറവായിട്ട് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മുങ്ങാനുള്ള പാകത്തിന് മാത്രം കുറച്ചുകൂടി ഒന്ന് ആഡ് ചെയ്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു 2 മണിക്കൂർ ഇതിനെ സോക്ക് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം 2 മണിക്കൂർ ഇതുപോലെ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു നിറമൊക്കെ മാറി നമുക്ക് ആ ഒരു ഇതിൻ്റെ ജ്യൂസ് ഇങ്ങനെ ഇതിലേക്ക്, അതായത് നമ്മുടെ ആ ഒരു മാതളത്തിൻ്റെ തൊലിയുടെ എല്ലാ ബെനിഫിറ്റും ഈ ഒരു റോസ് വാട്ടറിലേക്ക് ഇറങ്ങും. എന്നിട്ട് നമുക്ക് ഇതിനെ അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ എടുക്കുന്ന പാത്രവും നല്ല ക്ലീൻ ആയിട്ടുണ്ടാവണം. അതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു അരിപ്പ ഉപയോഗിച്ച് നന്നായിട്ട് ഇതിനെ അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അരിപ്പ തന്നെ വേണമെന്നില്ല, ജസ്റ്റ് ഏതെങ്കിലും ക്ലോത്തിൽ വെച്ചിട്ട് പിഴിഞ്ഞെടുത്താലും മതിയാവും. നമുക്കിതിൻ്റെ ആ ഒരു ജ്യൂസ് മാത്രം മതിയാവും. അപ്പോൾ നമുക്ക് അത്യാവശ്യം എല്ലാ ബെനിഫിറ്റും നമ്മുടെ ആ ഒരു ജ്യൂസിലേക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഒരു എന്താ പറയുക ഒരു റെഡ് കളറാണ്. നമ്മുടെ അനാറിൻ്റെ ജ്യൂസ് പോലെ തന്നെ ആയിരിക്കും ഉണ്ടാവുക. ആ ഒരു തൊലിയുടെ എല്ലാ ബെനിഫിറ്റും നമുക്ക് ഇതിനകത്ത് ഇറങ്ങിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അനാറിൻ്റെ ഫേസ് പാക്കിൻ്റെ എത്ര ബെനിഫിറ്റ് ഉള്ളതാണെന്നറിയോ. അപ്പോൾ അതേപോലെയാണ് ഈ ഒരു ക്രീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമുക്കിനി ഇത് ക്രീം തയ്യാറാക്കാം. അപ്പോൾ ഞാൻ അതിനകത്ത് വേറൊരു ബൗൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ബൗളിന് പകരം ഏത് കണ്ടെയ്നറിലാണോ നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നത് ആ ഒരു കണ്ടെയ്നറിലേക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 3-4 ടേബിൾ സ്പൂണോളം അലോവേരയുടെ ജെല്ല് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അലോവേരയുടെ ജെല്ല് അലർജി ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഫ്ലാക്സീഡ് ജെല്ല് എടുക്കാം, ഓറഞ്ച് ജെല്ല് എടുക്കാം, കുക്കുംബർ ജെല്ല് എടുക്കാം. ഈവൻ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടാവുന്ന എന്ത് ജെല്ലാണോ നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുക്കാം. കാരണം ഇതൊരു ക്രീമിൻ്റെ ബേസ് മാത്രമാണ്. നമ്മൾ മെയിനായിട്ട് എടുക്കുന്ന ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാറിൻ്റെ ജ്യൂസാണ് കേട്ടോ. അനാറിൻ്റെ എന്താ പറയുക തൊലിയുടെ ജ്യൂസാണ് എടുക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് വിറ്റമിൻ ഇയുടെ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നോർമൽ ടു ഡ്രൈ ടു സ്കിൻ ടൈപ്പ് ആർക്കൊക്കെയാണ് പറ്റിയിട്ടുള്ളത്. ഓയിലി സ്കിൻ ആരാണെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ആ ഒരു ഓയിൽ ആഡ് ചെയ്യേണ്ട. ഈവൻ നിങ്ങൾക്ക് ഏത് ഓയിൽ വേണോ നിങ്ങളുടെ കയ്യിലുണ്ട്, കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ പോലും അത് ആഡ് ചെയ്ത് കൊടുക്കുക. 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. എന്നിട്ട് നമ്മൾ കുറച്ച് അനാറിൻ്റെ ജ്യൂസ് പിഴിഞ്ഞെടുത്തേക്കുന്നത് ഒഴിച്ച് നല്ലപോലെ തന്നെ മിക്സ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ക്രീമായിട്ട് നമ്മുടെ ആ ഒരു ഫോമിൽ കിട്ടണം. നിങ്ങൾ അതിനനുസരിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി അനാർ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ചും കൂടി മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കയ്യിൽ ക്രീമിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് അബ്സോർബ് ആവും. വാട്ടർ കണ്ടൻറ്റാണ് കൂടുതലായിട്ടുള്ളത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നോക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടില്ല നമ്മൾ എങ്ങനെയാണ് ക്രീം തയ്യാറാക്കിയെന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള അലോവേര ജെല്ല് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. ഷെല്ലായിട്ട് നമുക്ക് കുറച്ചും കൂടി കിട്ടും. ഇനി അലോവേര ജെല്ല് സ്യൂട്ട് ആവാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ എന്താണ് ഫ്ലാക്സീഡിൻ്റെ ജെല്ല് ഉപയോഗിക്കാം, കുക്കുംബർ ജെല്ല് ഉപയോഗിക്കാം, ഓറഞ്ച് ജെല്ല് ഉപയോഗിക്കാം. അപ്പോൾ ജെൽ ടൈപ്പിലുള്ളത് സ്കിന്നിന് സ്യൂട്ട് ആയിട്ടുള്ള ഏത് വേണമെങ്കിലും നമുക്ക് ആ ഒരു ക്രീം ബേസിനെ എടുക്കാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ പോമഗ്രാനേറ്റ്, അതായത് മാതളമാണ്. അതിൻ്റെ പീല് മസ്റ്റ് ആയിട്ടും വേണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ആയിട്ട് പൊടിക്കാത്ത പീല് ഉണങ്ങിയത് ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് പൊടിച്ചതിന് ശേഷം ഒന്ന് പൊടിക്കാന്ന് വെച്ചാൽ ഫൈനായിട്ട് പൊടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അത് ഇതുപോലെ റോസ് വാട്ടറിൽ കുതിർത്ത് ഒരു 2 മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് ഒക്കെ ഈ റോസ് വാട്ടറിലേക്ക് ഇറങ്ങി കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതിയാവും. ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ട വിധം മസ്റ്റ് ആയിട്ടും ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ക്രീം തയ്യാറാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. നല്ല എന്താ പറയുക നമ്മുടെ ആ ഒരു മാതളത്തിൻ്റെ തൊലിയുടെ ഒരു ഷെയ്ഡാണ്. അപ്പോൾ നമ്മൾ അത്രയും ഡാർക്കറായിട്ട് എടുത്തിട്ടില്ല,
ലൈറ്റ് ഷെയ്ഡ് നമുക്ക് വരുള്ളൂ. അപ്പോൾ എങ്ങനെയായിരിക്കും ഉണ്ടാവുക കേട്ടോ. ഇനി ഇത് അപ്ലൈ ചെയ്യേണ്ടത് എപ്പോഴും ഈവനിങ് ടൈമിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. കിടക്കുന്നതിന് മുന്നേ നമ്മൾ സാധാരണ CTM റൂട്ടീൻ ഉണ്ടോ, ക്ലെൻസിങ്, ടോണിങ്, മോയ്സ്ചറൈസിങ്, പിന്നെ എന്തെങ്കിലുമൊക്കെ സിറംസ് ഒക്കെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞു നമ്മുടെ DIY പ്രോഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ ഒരു 2 മണിക്കൂർ, അതായത് നമ്മുടെ ആ ഒരു സാധാരണ റെഡിമെയ്ഡ് ആയിട്ടുള്ള സ്കിൻ കെയർ ഉപയോഗിച്ച് ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലുള്ള DIY പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചാൽ മതിയാവും. അപ്പോൾ നമ്മൾ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുക്കുക, ഫേസിലൊന്ന് അപ്ലൈ ചെയ്യാം, നല്ലപോലെ ഒരു മസാജിങ് കൊടുത്ത് അങ്ങനെ ലീവ് ചെയ്യുക കേട്ടോ. മോർണിംഗിൽ നോർമൽ വാട്ടറിലോ അല്ലെങ്കിൽ മൈൽഡ് ആയിട്ടുള്ള ജെന്റിൽ ആയിട്ടുള്ള എന്തെങ്കിലും ക്ലെൻസർ ഉപയോഗിച്ചോ നിങ്ങൾക്ക് വാഷ് ചെയ്യാം. അപ്പോൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ നെറ്റിയിലെ തരിതരി പോലുള്ള പിമ്പിൾസും അതുപോലെ തന്നെ പിഗ്മെന്റേഷനൊക്കെ കുറയാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. കണ്ണിന് ചുറ്റുമൊക്കെ നമുക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം, കാരണം അത്രയും നാച്ചുറൽ ആയിട്ടുള്ളതാണ്. പിന്നെ നെക്കിലേക്കും കൂടി ഇറക്കി അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് വാട്ടർ കണ്ടന്റ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവും. അങ്ങനെ ഓയിലി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി അല്ല, അതുകൊണ്ട് തന്നെ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ എന്ത് സ്കിൻ കെയർ ചെയ്താലും പകൽ സമയത്ത് മസ്റ്റായിട്ട് സൺസ്ക്രീൻ ഫോളോ ചെയ്യാന്നുള്ളത്. അപ്പം റീസെൻ്റ് ആയിട്ട് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ മാമാഅർത്തിൻ്റെ ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ ആണ് കേട്ടോ. ഇത് അടിപൊളിയായിട്ടുള്ള സൺസ്ക്രീനാണ്. ഇതാ ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് കുറച്ച് എന്താ പറയുക എടുക്കുക, നമ്മൾ പകൽ സമയത്ത് 2 ഫിംഗേഴ്സ് ആ ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ എടുത്ത് അപ്ലൈ ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരുന്നത് ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ എടുക്കുക, നമ്മുടെ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്യാനായിട്ട് മറക്കരുത്. പകൽ സമയത്ത് മസ്റ്റായിട്ട് നമ്മൾ സൺസ്ക്രീൻ ഫോളോ ചെയ്ത് തന്നെ മതിയാവണം. ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, വീടിനകത്ത് തന്നെ ഇരിക്കാണ്, പുറത്തേക്ക് ഇറങ്ങുന്നില്ല, എന്നാൽ പോലും സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണമെന്ന്. മസ്റ്റായിട്ട് അപ്ലൈ ചെയ്യണം. കാരണം നമ്മളിപ്പോൾ ഒരു സൺസ്ക്രീൻ മേടിക്കുമ്പോൾ അതിനകത്ത് PA, BBB+ അല്ലെങ്കിൽ 2+ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. അതെന്താണ് അതിനെ സൂചിപ്പിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ UVA, UVB റൈസ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതെന്നെ എന്താണ് ഉദാഹരണമാക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് സൂര്യനിൽ നിന്നുള്ള ആ ഒരു സൺബേൺ അല്ലെങ്കിൽ സൺടാൻ മാത്രമല്ല, നമ്മുടെ വീട്ടിനകത്തുള്ള ലൈറ്റ്സ് ഉൾപ്പെടെ പലരിൽ നിന്നും അല്ലെങ്കിൽ ഈവൻ നമ്മുടെ ഫോണിൽ നിന്നുള്ള ആ ഒരു റേസ് പോലും നമുക്ക് സ്കിന്നിനെ ടാൻ ആക്കും അല്ലെങ്കിൽ ഒരു ഇത് ഡാമേജ് ആക്കാനായിട്ട് ഇതാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ പുറത്ത് പോയാലും ഇല്ലെങ്കിലും ഉപയോഗിക്കണമെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് സ്കിന്നിൽ റിങ്കിൾസ് ഫോം ആവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. സൺസ്ക്രീൻ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ ഒരു സൺസ്ക്രീൻ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ മാമാഅർത്തിൻ്റെ വെബ്സൈറ്റ് ത്രൂ ആണ് മേടിച്ചത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമ്മുടെ മാമാഅർത്തിൻ്റെ പ്രോഡക്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പാരബൻ ഫ്രീ ആണ്, ക്രൂവൽറ്റി ഫ്രീ ആണ്, 100% നാച്ചുറൽ ആണ് അവർക്കുള്ള ഒരു ബെനിഫിറ്റ് സൈഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ നിങ്ങൾക്ക് നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 20% ഡിസ്കൗണ്ട് മാമാഅർത്തിൻ്റെ ആപ്പിൾ വഴി വാങ്ങിക്കുകയാണെങ്കിലും വെബ്സൈറ്റ് ത്രൂ വാങ്ങുകയാണെങ്കിലും കിട്ടും കേട്ടോ. മാമാഅർത്തിൽ ആപ്പ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ പ്ലേ സ്റ്റോറിൽ നോക്കിയാൽ മതി കേട്ടോ. പിന്നെ അല്ലാതെ നമുക്ക് ആമസോണിലും അതുപോലെ തന്നെ നൈക്കിയിലും പർപ്പിളിലും ഫ്ലിപ്കാർട്ടിലും ഒക്കെ അവൈലബിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും വാങ്ങാം. കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് മാമാഅർത്തിൻ്റെ വെബ്സൈറ്റോ അതല്ലെങ്കിൽ മാമാഅർത്തിൻ്റെ ആപ്പ് ത്രൂ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. ഇതിന് ഏതെങ്കിലും നിങ്ങളൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. മാമാഅർത്തിൻ്റെ ആപ്പ് ഇപ്പം പ്ലേ സ്റ്റോറിലുണ്ട്. ഇപ്പം എല്ലാ പ്രോഡക്റ്റും വാങ്ങാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ കൂപ്പൺ കോഡ് ഓൾറെഡി മാമാഅർത്തിൻ്റെ വെബ്സൈറ്റിലോ ആപ്പിലോ ഒക്കെ ഇതിൻ്റെ ഡിസ്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 349 രൂപയാണ്. 50 ഗ്രാം പ്രോഡക്റ്റ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല സൺസ്ക്രീനാണ്. നല്ലൊരു ഡ്യൂയി ഫിനിഷ് തരുന്ന സൺസ്ക്രീനാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയുന്നുണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് അല്ല, എത്ര പ്രോഡക്റ്റ് എടുത്താലും നിങ്ങൾക്ക് അതിൻ്റെ 20% ഡിസ്കൗണ്ട് ഉണ്ടാവും നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ. പിന്നെ ഓൾറെഡി ഇപ്പോൾ 349 രൂപയാണെങ്കിലും മാമാഅർത്തിൻ്റെ വെബ്സൈറ്റിൽ ഇപ്പോൾ 300 ആണ് ഓഫറിനുള്ളെങ്കിൽ അത് കഴിച്ചിട്ട് വീണ്ടും ഒരു 20% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മുടെ കൂപ്പൺ കോഡ് മന്ത്ലി വൺസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എല്ലാവരും മാക്സിമം അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ പ്രോഡക്റ്റിനെ വാങ്ങിക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പ്രോഡക്റ്റ് വേണമെങ്കിലും വാങ്ങിക്കാം മാമാഅർത്തിൻ്റെ. അത് വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആവും. ആദ്യം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു വൈറ്റ് കാസ്റ്റ് ഉള്ള പോലെ തോന്നും. നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആയി കഴിയുമ്പോൾ അങ്ങനെ ഒരു വൈറ്റ് കാസ്റ്റും ഇല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. പിന്നെ അവർ പറയുന്ന പോലെ തന്നെ നല്ലൊരു ഡെയിലി ഗ്ലോ സൺസ്ക്രീനാണ്. നല്ലൊരു ഡ്യൂയി ഫിനിഷാണ്, നല്ലൊരു ഗ്ലോ ഫിനിഷാണ് നമുക്ക് കിട്ടുന്നത് കണ്ടോ.
അപ്പോൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇനി ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.